ജനുവരി മാസങ്ങളിൽ കഠിനമായ തണുപ്പാണ് പൊതുവെ ബംഗളൂരുവിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരത്തിൽ അതികഠിനമായി ശൈത്യം അനുഭവപ്പെടാറില്ല. ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. നഗരം അതിശൈത്യത്തിലേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വരും ദിവസങ്ങളിൽ താപനില കുറയുമെന്നാണ് വകുപ്പ് പ്രവചനങ്ങൾ. ശനിയാഴ്ച നഗരത്തിലെ കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസും. ചിലയിടങ്ങളിൽ താപനില 10 ഡിഗ്രി വരെ തൊട്ടു. ഇന്നും നാളെയും മിതമായ കോടമഞ്ഞുണ്ടാകുമെന്നും അതികഠിനമായ തണുപ്പുണ്ടാകുമെന്നുമാണ് പ്രവചനം. സാധാരണ നിലയിൽ ജനുവരിയിൽ നഗരത്തിലെ താപനില ശരാശരി 15.8 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്താറുള്ളത്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കഠിനമായ തണുപ്പിലൂടെയാണ് നഗരം കടന്നുപോകുന്നത്. ബംഗളൂരു നഗരത്തിൽ റെക്കോർഡ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് 1884 ജനുവരി 4-നായിരുന്നു. അന്ന് 7.8 ഡിഗ്രിയായിരുന്നു താപനില. ഉത്തരേന്ത്യയിൽ ആഞ്ഞടിക്കുന്ന ശൈത്യത്തിന്റെ തുടർച്ച തന്നെയാണ് ഇക്കുറി ബംഗളൂരുവിലും പ്രകടമാകുന്നത്. ശൈത്യതരംഗം ഇല്ലെങ്കിലും കർണാടകയുടെ വിവിധ മേഖലകളിൽ കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലും സമാനമായിരിക്കും കാലാവസ്ഥയെന്നാണ് പ്രവചനം. വടക്കൻ കർണാടകയിലെ ബിദാർ, കലബുർഗി, വിജയപുര ജില്ലകളിൽ അടുത്ത 2 ദിവസങ്ങളിൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെടാം. തീരദേശ കർണാടകയിലും തെക്കൻ ഉൾപ്രദേശങ്ങളിലും കുറഞ്ഞ താപനിലയിൽ വലിയ മാറ്റമുണ്ടായേക്കില്ല. അതേസമയം നഗരത്തിൽ അതിരാവിലെ മൂടൽമഞ്ഞ് സാധ്യത പ്രവചിക്കുന്നു. ഇത് കാഴ്ചയെ മറിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതിനാൽ അതിരാവിലെയുള്ള യാത്രകളിൽ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.